ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറ്റംകുളങ്ങര അമ്പലം. നേരിട്ട് ആ അമ്പലത്തിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക്, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു പരിചയമുള്ള ആളുകൾക്ക് അവർ കരുതുന്നത് ആ അമ്പലം ട്രാൻസ്ജെൻഡേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ എന്തോ ഒരു പ്രത്യേകതയുള്ള അമ്പലമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാലത്ത് മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു അമ്പലത്തിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, ഈ സ്ഥലത്ത് കൊല്ലം ജില്ലയിലെ ചവറയാണ് ഈ അമ്പലം ഉള്ളത്. ഒരു വനപ്രദേശമായിരുന്നു ആ സ്ഥലം. അപ്പൊ അവിടെ വലിയൊരു എന്തോ കുളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കാലി മേയ്ക്കാനായിട്ട് വേണ്ടി പോയ കുട്ടികൾ, ഒരു ഐതിഹ്യമാണ് ഇത് കേട്ടോ. കുട്ടികൾ അവിടെ വെച്ചിട്ട് ഒരു കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ ഉണക്കത്തേങ്ങ അവർക്ക് കിട്ടുന്നു. അത് അവരൊരു കല്ലിൽ ഇടിച്ചിട്ട് പൊളിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിൽ നിന്നും രക്തം വരുന്നു. അങ്ങനെ അവിടെ ദേവി സാന്നിധ്യം ഉണ്ട്, അല്ലെങ്കിൽ വനദുർഗയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവര് അവിടെ ഒരു അമ്പലം നാട്ടുകാരുടെ സഹായത്തോടു കൂടെ പിന്നീട് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോ ഈ കൊറ്റൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ അവിടെ എന്തോ വഴിപാട് അല്ലെങ്കിൽ എന്തോ പ്രസാദമായിട്ട് അങ്ങനെ വന്ന പേരാണെന്നും, അല്ല ഈ കൊട്ടത്തേങ്ങ ഉണക്കത്തേങ്ങയിൽ നിന്ന് വന്ന പേരാണെന്നും, അങ്ങനെയാണ് ഈ കൊറ്റംകുളങ്ങര എന്നുള്ള പേരവിടെ വരുന്നതെന്നാണ് ഐതിഹ്യം. അപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം അല്ലെങ്കിൽ ഒരു ആചാരമാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക് മഹോത്സവം. ചമയവിളക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളത് ഐതിഹ്യം, അല്ലെങ്കിൽ ചമയവിളക്ക് ഉണ്ടാവാനുള്ള കാരണമാണ് പറയുന്നത്. അതൊരു വനപ്രദേശമായിരുന്നു. അപ്പൊ ഉത്സവങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പെൺകുട്ടികൾക്ക് അവിടെ വന്ന് വിളക്കൊക്കെ കത്തിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ആൺകുട്ടികള് വിളക്ക് സ്ത്രീവേഷം കെട്ടി വിളക്ക് കത്തിച്ച് എടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഒരു ആചാരമായിട്ട് അല്ലെങ്കിൽ ഒരു വഴിപാടായിട്ട് ഒരു ഉത്സവമായിട്ട് മാറി. അതാണ് ഈ കൊറ്റംകുളങ്ങര ചമയവിളക്ക് മഹോത്സവം. അന്ന് കുട്ടികളായിരുന്നു ചെയ്തിരുന്നത് വെച്ചാല് കാലങ്ങളായിട്ട് പിന്നീട് അത് വലിയ വലിയ പുരുഷന്മാരും ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ അത് ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാര് പെൺവേഷം കെട്ടിയിട്ടാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ എല്ലാവരുടെയും വിചാരം ഇത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു വഴിപാടും ഉത്സവവും ആണ് എന്നുള്ളതാണ് ആളുകൾ വിചാരിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ മുഴുവനായിട്ട് വരുന്ന ആളുകൾ മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ഈ ഉത്സവം അനുബന്ധിച്ച് വരുന്ന ആളുകൾ ഈ പുരുഷന്മാര് സ്ത്രീവേഷം കെട്ടിയിട്ടാണ് ഈ വിളക്ക് എടുക്കുന്നത്. പിന്നെ സർജറി ചെയ്തിട്ട് പുരുഷനല്ലാതെ മാറിയ ആളുകളൊക്കെ എന്തിനാണ് അവിടെ വന്നിട്ട് ഇങ്ങനൊരു വഴിപാടിന്റെ ഭാഗമാവുന്നത്? യഥാർത്ഥത്തിൽ ആ ഒരു ആചാര ലംഘനല്ലേ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ വർഷം ജാസി അവിടെ പോയിട്ട് കുറച്ച് ഷോ കാണിച്ചു. ജാസി അവിടെ ചെല്ലുന്നു. അപ്പൊ ആളുകളൊക്കെ ചുറ്റും വന്നിട്ട് ഒരു സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഒരു പ്രായമുള്ള മനുഷ്യൻ ജാസിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് ആ മനുഷ്യനെയും ആ ഫ്രെയിമിൽ കാണാം എന്നുള്ളതാണ്. അവസാനം ആ മനുഷ്യൻ ദേഹത്ത് തട്ടി എന്ന് പറഞ്ഞിട്ട് ജാസി അവിടെ കിടന്ന് എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഇതൊരു വിധത്തിൽ വിവാദമായി തുടങ്ങിയതായിരുന്നു. കാരണം അവിടെ നിറയെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അവരവിടെ വരുന്നത് ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ വിളക്കെടുക്കാൻ എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അവരവിടെ വന്നിട്ട് ഷോ കാണിക്കുകയാണ്. വരുന്നു, അവിടെ കുറെ റീൽസ് എടുക്കുന്നു, ആളുകളുടെ കൂടെ കുറെ സെൽഫി എടുക്കുന്നു, സന്തോഷിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാല് അവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഷോ കണ്ട് മടുത്ത അമ്പല കമ്മിറ്റിക്കാര് നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഷോ കാണിക്കാൻ പറ്റില്ല, ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞു. അതോടുകൂടെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് അവിടെ ഈ അമ്പല കമ്മിറ്റിക്കാരെ ഭയങ്കര വഴക്ക് പറഞ്ഞു. എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം. അമ്പലത്തിൽ എന്ത് കുഴപ്പം? എന്ത് എനിക്ക് അമ്പലത്തിൽ തൊഴണം? എനിക്ക് വിളക്കില്ലടാ, എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം. എന്ത് കുഴപ്പം? എന്ത് നീ വിളക്കില്ലാത്തവരെ തൊഴിലിക്കില്ല ഇവിടെ? നീ ആരുവിടാ? നീ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ അടിയിൽ പലരും കമന്റ് ഇട്ട് കണ്ടു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അമ്പല കമ്മിറ്റിക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അവരവരോട് വിളക്കെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് തൊഴുതൂടെ എന്നൊക്കെ പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് തൊഴാം. പക്ഷേ ഇതുപോലത്തെ ഷോ കാണിക്കാനുള്ള റീൽസ് എടുക്കാനുള്ള സ്ഥലമാണോ ഒരു അമ്പലം എന്ന് പറയുന്നത്? ഇവര് തെരിക്കൂത്ത് എന്ന് പറയില്ലേ, അങ്ങനത്തെ കൂത്ത് കാണിക്കാനുള്ള സ്ഥലം ആണോ ഇത്? അല്ല, അതൊരു അമ്പലമാണ്. വിശ്വാസികൾ വിശ്വാസപൂർവ്വം ചെന്നിട്ട് അവരുടെ ഒരു വഴിപാട് നടത്തുന്നതാണ് ഈ ചമയവിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ഇത് എടുക്കാൻ പാടില്ല, പുരുഷന്മാരാണ് ഇത് എടുക്കേണ്ടത് എന്നൊക്കെ വിവാദം ഉണ്ടായത് കൊണ്ടായിരിക്കണം ഇക്കുറി ചില ആളുകൾ, ദീപ്തി കല്യാണിനെയൊക്കെ പോലെയുള്ള ആളുകൾ ഒരു നിലവിളക്കും കൊണ്ട്, യഥാർത്ഥത്തിൽ ചമയവിളക്കിന് വിളക്കെടുക്കുക എന്ന് പറയുന്നത് നിലവിളക്കല്ല, ഒരു മരത്തിന്റെ കാലൊക്കെ ഉള്ള പോലത്തെ ഒരു വിളക്കാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ദീപ്തി കല്യാണിയൊക്കെ പോയിട്ട് ഒരു സാധാരണ നമ്മളെ വിളക്ക്, ഓട്ടുവിളക്ക് എടുത്തിട്ട് നിലവിളക്ക് എടുത്തിട്ട് അതും കൊണ്ടിട്ട് വന്നു. എനിക്ക് വഴിപാടുണ്ട്, ഈ വിളക്ക് ഇവിടെ കൊടുത്തോളാം. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ആചാര
ആചാരം നടക്കുന്ന ദിവസം തന്നെ അവർ അവിടെ ചെന്നിട്ട് ഇതുപോലത്തെയുള്ള പരിപാടികൾ കാണിക്കുന്നത്? അവർക്ക് അങ്ങനെ ഒരു വിളക്ക് വഴിപാടായിട്ട് കൊടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം ചെന്നിട്ട് അവിടെ കൊടുത്താൽ പോലെ വഴിപാടാണെങ്കിൽ. അതല്ല, അവർ മനഃപൂർവ്വം ഇതിന്റെ ഭാഗമാവണമെന്നോ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു വിഷയം ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ അവിടെ അമ്പല കമ്മിറ്റിക്കാരോട് വഴക്ക് കൂടിയിട്ടുള്ള ആ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി പറയുന്നത്, ഇത് ദേവസ്വം ബോർഡിന്റെ അമ്പലല്ലേ, നിങ്ങൾക്ക് എന്താ അവിടെ ഷോ കാണിക്കാൻ, നിങ്ങളെ കുടുംബ അമ്പലം എന്നല്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അതറിയാത്ത ആളുകളോട് പറയാം, അത് ദേവസ്വം ബോർഡിന്റെ അമ്പലമല്ല. അതിന് അവിടെ ഒരു അമ്പല കമ്മിറ്റി, അവിടെയുള്ള ആളുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റ് ആയിട്ട് അതിന് അമ്പല കമ്മിറ്റി ഉണ്ട്. അവരാണ് അവരുടെ ഭരണസമിതി എന്ന് പറയുന്നത്. പിന്നെ ദേവസ്വം ബോർഡിന് എന്താ അവിടെ കാര്യം? നിങ്ങൾ ദേവസ്വം മന്ത്രിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വെറും വിവരദോഷം പറയുന്നത് കേട്ടു. ഇതിന് ആദ്യം ഞാൻ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ട് ആർക്കും വേണമെങ്കിലും വന്ന് തൊഴുതൂടെ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ ആണ് കണ്ടത്. അപ്പൊ ഞാനും മനസ്സിൽ വിചാരിച്ചു, ഒരു തൊഴുന്ന ആളെ ഒരിക്കലും അവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ല, വിളക്കെടുക്കുന്നില്ലെങ്കിലും ആർക്കും വന്ന് തൊഴുതൂടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പിന്നീട് വന്ന റീൽസ് ഓരോരുത്തരും അവിടെ കാട്ടിക്കൂട്ടുന്നത്, ഡാൻസ് കളിച്ച് റീൽസ് എടുക്കുക. ഇത് റീൽസ് എടുക്കാനുള്ള ഒരു ഷോ പ്ലേസ് ആണോ അമ്പലം എന്ന് പറയുന്നത്? ആളുകൾ വിശ്വാസത്തോടു കൂടെ ചെല്ലുന്ന ഒരു സ്ഥലമല്ലേ? അപ്പൊ ഇത്തരം കോമാളിത്തരങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കണ്ടേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ഫേസ്ബുക്കിൽ വന്നിട്ട് ദേവസ്വം മന്ത്രി നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഘോരഘോരം വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ അടുത്ത് വന്നിട്ട് ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് പറയല്ല എന്നൊക്കെ പറഞ്ഞു. അവൻ എന്ത് സെലിബ്രിറ്റിയാണ്? ഇന്ന് വരെ അവനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അവരൊക്കെ പറയുന്ന അഭിപ്രായം സെലിബ്രിറ്റി ആയതുകൊണ്ട് പറയുമെന്നല്ല. എന്ത് സെലിബ്രിറ്റിയാണ് ഇവരൊക്കെ? ആണായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ട് പെൺവേഷം കെട്ടി വെറുതെ സമൂഹത്തിൽ നടന്നിട്ട് ഞാൻ പെണ്ണാണേ എന്ന് പറയുന്ന, അതിന്റെ ഇടയിൽ വിവാഹം കഴിച്ച് കുറെ കുട്ടികളെ ഉണ്ടാക്കി ആ ഭാര്യയെ ഉപേക്ഷിച്ച് അങ്ങനെ നടക്കുന്ന കുറെ ആളുകൾ, ഇവരൊക്കെയാണോ ഈ സെലിബ്രിറ്റി എന്ന് പറയുന്നത്? എന്നിട്ട് അവരവിടെ വന്നിട്ട് വെറുതെ ഷോ കാണിച്ച് റീൽസ് എടുത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പൊ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ വരുന്നത് മുഴുവൻ ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ ഒന്നും തിരിച്ചറിയാത്ത വിധത്തിലായിട്ടുണ്ട്. ഈ ചമയവിളക്ക് എടുക്കുക എന്ന് പറഞ്ഞാല് വീട്ടിലുള്ളവരൊക്കെ വഴിപാടായിട്ട് എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരത്ര ഭംഗിയോടുകൂടെ ഭയങ്കര മേക്കപ്പ് ചെയ്ത് പുട്ടിയിട്ട് അങ്ങനെയൊന്നല്ല ഒരുങ്ങുന്നത്. വീട്ടിലുള്ള ഒരു ആരുടെയെങ്കിലും വസ്ത്രം, പെങ്ങളുടെയോ അമ്മയുടെയോ ഭാര്യയുടെയോ വസ്ത്രം തന്നെ ധരിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരുങ്ങി അവരെ കണ്ടാൽ നമുക്കറിയാം അതൊരു ആണ് പെൺവേഷം കെട്ടി ചമയവിളക്ക് എടുക്കാൻ വഴിപാടായിട്ട് എടുക്കാൻ വരുന്നവരാന്ന് അവരെ കണ്ടാൽ അറിയാം. ചന്ദ്രമോഹൻ എവിടെ? വീട് എവിടെയാ? കൊല്ലം. എത്ര നാളായിട്ട് എടുക്കുന്നുണ്ട്? 50 വർഷമായി. 50 വർഷം. 50 കൊല്ലം കൊണ്ട് എടുക്കുന്നു. 2 വർഷം കോവിഡ്. 2 വർഷം കോവിഡ് കൊണ്ട് എടുത്തില്ല. പിന്നെ ഒരു വർഷം 17 വയസ്സിന് താഴെ എടുത്താൽ മതി എന്നൊരു ഓർഡർ വന്നു, അന്നെടുത്തില്ല. പക്ഷെ ഇതൊരു ബിസിനസ് പോലെ ഏറ്റവും ഭംഗിയായിട്ട് ഒരുങ്ങുക, എന്നിട്ട് ഏറ്റവും നന്നായിട്ട് റീൽസിൽ വരിക, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അയ്യോ കണ്ട പെണ്ണിനെ പോലെ ഉണ്ട് പറയുക. ഇതൊക്കെയാണോ ഈ ഒരു ആചാരം എന്ന് പറയുന്നത്? ഇത് ഇവരൊക്കെ ചെയ്യുന്നത് ഒരു തരം ആചാര ലംഘനാണ്. ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന ഒരു അമ്പലം, ഇത്രയും ഒരു അപൂർവമായിട്ടുള്ള ഒരു വഴിപാട് നടക്കുന്ന ഒരു അമ്പലത്തിന്റെ പേര് കെടുത്തുന്ന വിധത്തിൽ ഇപ്പൊ ആളുകൾ മുഴുവൻ കരുതുന്നത് ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ അമ്പലമാണെന്നാണ്. കേരളത്തിലുള്ളവരല്ല, ഇത് ഈ റീൽസ് ഒക്കെ ആയിട്ട് കാണുന്ന തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഉള്ള ആളുകൾ ഇപ്പൊ വരാൻ തുടങ്ങി. ഇങ്ങനെ ഈ വേഷം കെട്ടി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് വരാൻ തുടങ്ങി. ട്രാൻസ്ജെൻഡേഴ്സിന്റെ എന്തോ ഉത്സവം നടക്കുന്ന അമ്പലം എന്നുള്ള ഭാവത്തിൽ വരാൻ തുടങ്ങി. അത് ട്രാൻസ്ജെൻഡേഴ്സിനുമായിട്ട് യാതൊരു ബന്ധമുള്ള അമ്പലമല്ല. അതിന്റെ ഐതിഹ്യം ഇതാണ് എന്നുള്ളതാണ്. ഒരു വഴിപാടായിട്ട് നടത്തുന്ന കാര്യമാണത്. അതിനെയാണ് ഇവർ ഇത്ര വികലമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നത്. ഇതെന്തോ ഇവർക്ക് അറിയാം, ഇതിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ആയിട്ട് ഒരുങ്ങിയിട്ട് പെണ്ണാണ്, പെണ്ണുങ്ങളെ പോലും തോൽക്കുന്ന വിധത്തിലുള്ള സൗന്ദര്യമുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആവാന്ന് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് പെണ്ണാരാണ്, ആണാണ് ആരാണ്, ട്രാൻസ്ജെൻഡർ ആരാണ് ഒന്നും അറിയാത്ത വിധത്തിൽ. പിന്നെ മാത്രമല്ല ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കൊണ്ട് ഈ നീലക്കുയിൽ പോലുള്ള ചാനലുകൾക്കൊക്കെ അവിടെ എന്താ കാര്യം? അതൊരു അമ്പലമല്ലേ? എന്നിട്ട് മാക്സിമം ഭംഗിയിൽ ഒരുങ്ങി നടന്ന പെണ്ണുങ്ങളെ എടുത്തല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ എടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് വൈറലാക്കിയിട്ട് നാട് മുഴുവനുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പൊ അവിടെയാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിലെ വില്ലുപുരം, തമിഴ്നാട് പോണ്ടിച്ചേരി ബോർഡറിൽ വില്ലുപുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് കൂട്ടമായി താമസിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അവിടുത്തെ ഒരു അമ്പലത്തിൽ ചെന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. കാരണം നമുക്ക് അറിയുന്ന കുറേ ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ കിടന്ന് മെഴുകുന്നു. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ ജാസിക്കൊക്കെ എന്താ അവിടെ പോകേണ്ട കാര്യം? ജാസി അവിടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല പോകുന്നത്, വെറുതെ എന്തോ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. ജാസി ഈ വർഷം പോയില്ല തോന്നുന്നു. ജാസിന്റെ വീഡിയോ ഒന്നും എവിടെയും കണ്ടില്ല. ജാസിക്ക് കഴിഞ്ഞൊരു മനസ്സിലായി കാണണം ഇത് പണിയാവുമെന്ന് മനസ്സിലായി കാണണം. ഇക്കുറി എന്തായാലും ജാസിനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു മതത്തെ
മതത്തിന്റെ ഭാഗം പോലും അല്ലാത്ത ആളുകളൊക്കെ എന്തിനാണ് അവിടെ പോകുന്നത് ഈ ഷോ കാണിക്കാനല്ലാതെ? അപ്പൊ ഇതിന് ആദ്യം ഒരു സപ്പോർട്ട് ആദ്യത്തെ റീൽസ് കണ്ടപ്പോൾ തോന്നിച്ചാലും പിന്നെ ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടപ്പോൾ ഇത് വെറും തോന്നിവാസമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ദേവസ്വം ബോർഡിന്റെ അമ്പലമൊന്നുമല്ല, ഇത് ട്രസ്റ്റ് ആണ്. അപ്പൊ അവർ അടുത്ത വർഷം മുതൽ കൃത്യമായിട്ട് ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ട് പിന്നെ ഒരു രജിസ്ട്രേഷൻ പോലെ നടത്തി വിളക്കെടുക്കുന്നുണ്ട് അങ്ങനത്തെ രീതിയിലാക്കി മാറ്റിയേ പറ്റുള്ളൂ. കൃത്യമായ കർശനമായ നിയമങ്ങളില്ലെങ്കിൽ ഇവർ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇത് ഇത്രയും ഫേമസ് ആയ ഒരു അമ്പലമായി മാറിയത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ചടങ്ങൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായതുകൊണ്ട് ഓരോ വർഷവും ഇനി ആളുകൾ കൂടിക്കൂടി വരികയുള്ളൂ. അത് വരുന്നത് മുഴുവൻ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ആളുകൾ സാധാരണക്കാരല്ല വരുന്നത്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രം വരുന്ന സാധാരണ വഴിപാട് നടത്തുന്ന ആളുകൾക്കൊന്നും പോയി അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. എല്ലാവർക്കും നന്ദി.